പാലക്കാട് UDF സ്ഥാനാർത്ഥി വീരേന്ദ്രകുമാറിന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നോട്ടീസ്. മാതൃഭൂമി പത്രം ഉപയോഗിച്ച് തെരഞ്ഞെടുപ്പ് പ്രചാരണം നടത്തിയെന്നും പണം നൽകി വോട്ടർമാരെ സ്വാധീനിക്കാൻ ശ്രമിച്ചുവെന്നും BJP സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രൻ പരാതി നൽകിയിരുന്നു. ഈ പരാതിയിലാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വീരേന്ദ്രകുമാറിന് നോട്ടീസ് അയച്ചത്. കരണത്തടിച്ചയാൾക്ക് മാപ്പ് നൽകി അരവിന്ദ് കെജ്രിവാൾ. ഓട്ടോ ഡ്രൈവർ ലാലിയാണ് മാപ്പപേക്ഷിച്ച് കൈകൂപ്പി കെജ്രിവാളിന്റെ മുൻപിലെത്തിയത്. ഡൽഹി പ്രചാരണത്തിനിടെ ഗാന്ധി സമാധിക്ക് സമീപം ഇന്നലെയായിരുന്നു കെജ്രിവാൾ ആക്രമിക്കപ്പെട്ടത്. ആം ആദ്മി പാർട്ടി തലവനെ നുണയനെന്ന് ആരോപിച്ച് കരണത്തടിച്ചതിലെ പശ്ചാത്താപവുമായാണ് ലാലി എന്ന ഓട്ടോ ഡ്രൈവർ കെജ്രിവാളിന് മുന്നിലെത്തിയത്. കൈകൾ കൂപ്പി തെറ്റേറ്റു പറഞ്ഞു. ചെയ്ത തെറ്റിന് ലാലിക്ക് മാപ്പ് നൽകിയെന്ന് കെജ്രിവാളും സിസോദിയയും പ്രതികരിച്ചു. ഓക്ലയിലെ വീട്ടിലെത്തിയാണ് കെജ്രിവാൾ ലാലിയോട് തന്നെ ആക്രമിക്കാനുണ്ടായ കാരണം ആരാഞ്ഞത്. ആപ് സർക്കാർ അധികാരത്തിലില്ലായിരുന്നുവെങ്കിൽ തനിക്ക് തലചായ്ക്കാൻ സ്വന്തമായ ഒരിടം ലഭിച്ചേനെ എന്നാണ് ലാലി കരഞ്ഞുകൊണ്ട് പ്രതികരിച്ചത്. ലാലിയെപ്പോലുള്ളവരെ രാഷ്ട്രീയ പ്രതിയോഗികൾ ഉപയോഗിക്കുകയാണെന്നാണ് കൂടിക്കാഴ്ചയ്ക്കു ശേഷം കെജ്രിവാൾ പറഞ്ഞത്. പടിഞ്ഞാറൻ ഡൽഹിയിലെ സുൽത്താൻപുരിയിൽ ഇന്നലെയായിരുന്നു കെജ്രിവാൾ ആക്രമിക്കപ്പെട്ടത്. ഡൽഹിയിലെ ഓട്ടോ ഡ്രൈവർമാരെ AAP തലവൻ വഞ്ചിച്ചെന്നായിരുന്നു ലാലിയുടെ ആരോപണം. ഡൽഹിയിൽ ഇത് രണ്ടാം തവണയാണ് കെജ്രിവാൾ പ്രചാരണത്തിനിടെ ആക്രമിക്കപ്പെടുന്നത്. ലാലി ഉൾപ്പെടെ 2 പേർ ശാരീരികമായി കയ്യേറ്റം ചെയ്തപ്പോൾ വാരാണസിയിൽ കെജ്രിവാളിന് നേരിടേണ്ടി വന്നത് മഷിപ്രയോഗവും മുട്ടയേറുമായിരുന്നു. ന്യൂസ് ഡെസ്ക് മീഡിയ 1. ഇനി തെരഞ്ഞെടുപ്പിന്റെ ചരിത്രപഥങ്ങളിലൂടെ. പലതരത്തിലുള്ള അഴിമതികൾക്ക് രാജ്യം ഇക്കാലയളവിൽ സാക്ഷിയായിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് കാർഗിൽ രക്തസാക്ഷികൾക്ക് ശവപ്പെട്ടി വാങ്ങിയതിലെ അഴിമതി. കേവലം ഒരു അഴിമതി കഥയായല്ല രാജ്യം ഈ സംഭവത്തെ കണ്ടത്. വൈകാരികമായ വേദനയോട് കൂടിയാണ് ഇന്ത്യക്കാർ ഈ അഴിമതിയെ കണ്ടത്. BJP നേതൃത്വം നൽകിയ NDA സർക്കാരിന്റെ കാലത്ത് രാജ്യത്തിന്റെ യശസ്സടിച്ച അഴിമതിയായിരുന്നു ശവപ്പെട്ടി കുംഭകോണം. കാർഗിൽ യുദ്ധത്തിൽ വീരമൃത്യു വരിച്ചവരുടെ മൃതദേഹം നാട്ടിലെത്തിക്കാൻ വാങ്ങിയ ശവപ്പെട്ടിയിൽ കോടികളുടെ അഴിമതി നടന്നു. ലോകം കണ്ട ഏറ്റവും ലജ്ജാകരമായ അഴിമതികളിലൊന്ന്. CAG ഇക്കാര്യം പുറത്തുവിട്ടപ്പോൾ രാജ്യം ഞെട്ടിയത് അഴിമതി തുക 2163 കോടിയാണ് എന്നത് കേട്ടതുകൊണ്ട് മാത്രമല്ല. ഇത്രയും നീചമായ തരത്തിലേക്ക് നമ്മുടെ രാഷ്ട്രധർമ്മം താഴ്ന്നുവെന്നത് ചിന്തിച്ചതുകൊണ്ടുകൂടിയാണ്. മൃതദേഹം കൊണ്ടുവരാനുള്ള അലൂമിനിയം പെട്ടികൾ വാങ്ങിയതിലാണ് അഴിമതി. നിലവിലുള്ള ചട്ടങ്ങൾ ലംഘിച്ചുകൊണ്ടാണ് ഇതിന് കരാറുണ്ടാക്കിയത്. പ്രതിരോധ മേഖലയിലെ ഉന്നതരും പ്രമുഖ രാഷ്ട്രീയ പാർട്ടികളും ഇതിൽ കൈയിട്ട് വാരിയെന്നും ആക്ഷേപമുണ്ടായിരുന്നു. $500 അലൂമിനിയം പെട്ടികളും 3000 ബാഗുകളും വാങ്ങാൻ അമേരിക്കൻ കമ്പനിയായ ബ്രൂയിട്ടോൺ ആൻഡ് ബ്രേസുമായാണ് ഇന്ത്യയിലെ പ്രതിരോധ മന്ത്രാലയം കരാറുണ്ടാക്കിയത്. ഇതിനായി നൽകിയത് 7,20,00,000 രൂപ. അതായത് ഒരു പെട്ടിയുടെ വില 1,20,000 രൂപ. പുതിയ കരാറായിട്ടും വിലപേശലോ മറ്റു കൊട്ടേഷൻ എടുക്കാതെയോ ആണ് ശവപ്പെട്ടി വാങ്ങാൻ ഇന്ത്യ തയ്യാറായതെന്നാണ് CAGയുടെ കണ്ടെത്തൽ. ഇതിൽ തന്നെ പലതും ഭാരക്കൂടുതൽ കാരണം ഉപയോഗിക്കാൻ കഴിഞ്ഞില്ല എന്നത് മറ്റൊരു വാസ്തവം. മറ്റേത് അഴിമതി പോലെയും ഇത് അന്നത്തെ ഭരണകക്ഷിയായ BJPയുടെ പതനത്തിന് കാരണമായി. രാജ്യസ്നേഹത്തിന്റെ പേരിൽ ഏറെ വൈകാരികത സൃഷ്ടിച്ച BJPക്ക് കിട്ടിയ അടിയായിരുന്നു CAGയുടെ ഈ റിപ്പോർട്ട്. ലാണ് കശ്മീരിലെ കാർഗിൽ മേഖലയിൽ ഇന്ത്യ-പാക് സൈന്യം ഏറ്റുമുട്ടിയത്. ഇരുഭാഗത്തുമായി 1000-നടുത്ത് ജവാന്മാരാണ് ഈ യുദ്ധത്തിൽ വീരമൃത്യു വരിച്ചത്. ഇലക്ഷൻ ഡെസ്ക് മീഡിയ 1. ഇനി തെരഞ്ഞെടുപ്പിന്റെ ഗതകാല സ്മരണയിലേക്ക്. കാസർഗോഡ് മണ്ഡലത്തിൽ മത്സരിക്കാൻ മറ്റു ജില്ലകളിൽ നിന്നും സ്ഥാനാർത്ഥികൾ വന്നിറങ്ങുന്ന പുതിയ കാലത്തിൽ നിന്നും വ്യത്യസ്തമായിരുന്നു 1970കളിലെ കേരള നിയമസഭാ തെരഞ്ഞെടുപ്പ്. 1970-ൽ നാദാപുരം നിയോജക മണ്ഡലത്തിൽ ആദ്യമായും അവസാനമായും ഇടതുപക്ഷത്തെ പരാജയപ്പെടുത്തി UDFന് വിജയം സമ്മാനിച്ചത് ഹമീദ് അലി ശംനാട് എന്ന കാസർഗോഡുകാരനാണ്.
കുറേ കാലമായി കാസർഗോഡുകാർക്ക് ഇറക്കുമതി സ്ഥാനാർത്ഥികളെ മാത്രമേ പരിചയമുള്ളൂ. എന്നാൽ കാസർഗോഡ് നിന്നും നാദാപുരത്തേക്ക് വണ്ടി കയറി വിജയം നേടിയ ചരിത്രമാണ് ഹമീദ് അലി ഷംനാട് എന്ന മുതിർന്ന മുസ്ലിം ലീഗ് നേതാവിന് പറയാനുള്ളത്. മലയാളം അറിയാത്ത സ്ഥാനാർത്ഥി എന്ന പരിഹാസത്തോടെയാണ് ഹമീദ് അലി ഷംനാടിനെ മണ്ഡലം സ്വീകരിച്ചത്. എന്നാൽ തന്റെ തനത് ശൈലിയിൽ ഇംഗ്ലീഷിൽ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ 6500-ലധികം വോട്ടിന് വിജയിച്ച കഥയാണ് ഹമീദ് അലി ഷംനാട് ഓർക്കുന്നത്. നാദാപുരം കോൺസ്റ്റിറ്റ്യുവൻസി അവിടുത്തെ സ്ഥാനാർത്ഥിനെ കാണുന്നത് തന്നെ സ്ഥാനാർത്ഥി ആയതിന് ശേഷമാണ്. ഞങ്ങളുടെ സ്ഥാനാർത്ഥി ഹമീദ് അലി ഷംനാടാണ്, മലയാളം അറിയാത്തവനാണ് എന്നുള്ള പ്രചാരം അവിടെ ഉണ്ടായത്. അവിടത്തേക്കാണ് ഞാൻ പോകുന്നത്. എനിക്ക് കമ്മ്യൂണിക്കേഷൻ വന്നു പാർട്ടിയിൽ നിന്ന് 5 നോമിനേഷൻ. നാദാപുരം. എവിടെ നാദാപുരം? അത് വടകരയിൽ നിന്ന് ഇറങ്ങിയിട്ട് പോകുന്നു. വടകരയിൽ നിന്ന് ഞാൻ ഒരു വണ്ടിയിൽ ഇറങ്ങിയിട്ട് പോയി നാദാപുരം. ഫസ്റ്റ് ടൈം പോകുന്ന എനിക്ക് സ്ഥലമൊന്നും അറിയില്ല. അപ്പോൾ റിക്ഷക്കാരനോട് ചോദിച്ചു, ആ ലീഗ് ഓഫീസിലേക്ക് പോകുമെന്ന് പറഞ്ഞാൽ, നിങ്ങൾക്ക് മലയാളമൊക്കെ അറിയില്ലേ? ആ കുറച്ചറിയോ, ഞാൻ കാസർഗോഡ് മലയാളമാണ്. ആ ആയിക്കോട്ടെ. ആ കേൾക്കുന്നുണ്ട്, ഞങ്ങളെ ഇവിടെ ഒരു മലയാളം അറിയാതെ സ്ഥാനാർത്ഥിയായി വരുന്നു, കെട്ടിവെച്ച പണം കൊണ്ട് പോയിക്കോളൂ. 1972 മുതൽ 9 വർഷം ഹമീദ് അലി ഷംനാട് രാജ്യസഭാംഗമായി പ്രവർത്തിച്ചു. ഡൽഹിയിലെ ദിവസങ്ങൾ 85-ാം വയസ്സിലും ഹമീദ് അലി ഷംനാട് ഓർക്കുന്നു. ഐ വാസ് മെമ്പർ ഓഫ് ദി അപ്പർ ഹൗസ്, രാജ്യസഭ. പാർലമെൻറ്റ് 2, ഒന്ന് ലോവർ സഭ, അപ്പർ സഭ. ലോകസഭ ഈസ് ഡയറക്ട്ലി എലക്റ്റഡ് ബൈ ദി പീപ്പിൾ. ഞാൻ പോയത് മറ്റേലാണ്, രാജ്യസഭയിലാണ്. അവിടെ ഐ വാസ് ദയർ 9 years. 1921 മുതൽ 28 വരെയുള്ള കാലയളവിലെ ഇന്ത്യയുടെ അന്നത്തെ സെൻട്രൽ അസംബ്ലിയിൽ മലബാർ മണ്ഡലത്തിൽ നിന്നുള്ള അംഗമായ ഖാൻ ബഹദൂർ ഷംനാടിന്റെ പൗത്രനാണ് ഹമീദ് അലി ഷംനാട്. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ ജനറൽ സെക്രട്ടറി ആയിരുന്നു ഷംനാട്. ഷഫീഖ് നസറുള്ള, മീഡിയ 1, കാസർഗോഡ്. പോളിംഗ് ബൂത്തിൽ ഇടവേള. പോളിംഗ് ബൂത്ത് തുടരുന്നു. ഇനി തെരഞ്ഞെടുപ്പ് പ്രതീക്ഷകളും ആവശ്യങ്ങളും. വെയിലത്തും മഴയത്തും കാവൽ നിൽക്കുന്നവരാണ് സെക്യൂരിറ്റിക്കാർ. എല്ലാവരും ഉറങ്ങുമ്പോൾ ഉണർന്നിരിക്കുന്ന ഇവർക്ക് തെരഞ്ഞെടുപ്പ് ആകുമ്പോൾ പറയാനുള്ളത് ഇതാണ്. കാലത്ത് മുതൽ വൈകുന്നേരം വരെയുള്ള വെയിൽ കൊണ്ടുകൊണ്ടുള്ള ജോലികളാണ് ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത്ര ദിവസം ഒരാളും വോട്ട് അപേക്ഷിച്ചിട്ട് വന്നിട്ടില്ല. ആരും ഏത് നേതാക്കന്മാരും വന്നിട്ടില്ല. നമുക്ക് ജോലിയുടെ പ്രകാശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ 9 മണിക്ക് വന്നാൽ രാത്രി 8 മണി വരെയാണ് നമ്മുടെ ഡ്യൂട്ടി. അപ്പോൾ ഡ്യൂട്ടി കുറച്ച് കിട്ടണം, നമുക്ക് അതിനുള്ള ഓവർ ടൈമും കിട്ടണം. ഇതൊക്കെയാണ് നമുക്ക് വേണ്ടത്. രാഷ്ട്രീയക്കാരുടെ സഹായം ഇന്നേ വരെ ഇതിലുണ്ടായിട്ടില്ല. ഇതിപ്പോൾ ഒരു പ്രൈവറ്റ് സെക്യൂരിറ്റി സ്ഥാപനമായിട്ടാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആ സ്ഥാപനം പ്രൈവറ്റ് സെക്യൂരിറ്റി സ്ഥാപനം അങ്ങനെ തന്നെ പോയിക്കൊണ്ടിരിക്കും. കടുത്ത പോരാട്ടം നടക്കുന്ന പത്തനംതിട്ട മണ്ഡലത്തിൽ വോട്ടുറപ്പിക്കാനുള്ള അവസാനവട്ട പ്രവർത്തനങ്ങൾ രാഷ്ട്രീയ പാർട്ടികൾ നടത്തുമ്പോൾ ജനങ്ങൾക്കിടയിൽ സമ്മിശ്ര പ്രതികരണമാണ് ഉള്ളത്. ചിലർ വ്യക്തമായ രാഷ്ട്രീയം പറയുമ്പോൾ വോട്ട് ബഹിഷ്കരിക്കാൻ തയ്യാറാകുന്നവരും ചുരുക്കമല്ല. പ്രതികരണങ്ങളിലേക്ക്. ആർക്ക് വോട്ട് ചെയ്യണമെന്ന നിർണായക തീരുമാനമെടുക്കുന്ന മണിക്കൂറുകളിലൂടെയാണ് പത്തനംതിട്ട മണ്ഡലം ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും നമുക്ക് സാധാരണക്കാരായ ജനങ്ങളുടെ പ്രതികരണം എങ്ങനെയാണെന്ന് ഒന്ന് ചോദിച്ചറിയാം. നാളെ വോട്ട് ചെയ്യണം, ഉറപ്പായിട്ട് ചെയ്യും. നമുക്ക് നല്ലൊരു വോട്ട് കൊടുക്കണം ആർക്കെങ്കിലും, അത്രേ ഉള്ളൂ. വോട്ട് ബഹിഷ്കരിക്കാത്തവർ കൂടുതൽ കാണുമല്ലോ. ഈ വർഷം ബഹിഷ്കരിക്കുന്നവർ ഏറ്റവും കൂടുതൽ കാണും. പിന്നെ വോട്ട് ചെയ്യാന്നുള്ളത് എല്ലാവരുടെയും ഒരു റൈറ്റ് അല്ലേ, അത് കാരണം വോട്ടങ്ങ് ചെയ്യും. സാധ്യത ഈ വർഷം BJP ജയിക്കണമെന്നാണ്. വോട്ട് ചെയ്യണമെന്ന് ഇതുവരെ തീരുമാനിച്ചിട്ടില്ല. രാഷ്ട്രീയക്കാരെല്ലാം തന്നെ പൊതുവെ മോശമാണ്. നല്ല ആൾക്കാരെ ആരും തന്നെ ഞാൻ കാണുന്നില്ല. അണ്ണം പറഞ്ഞ പോലെ തന്നെ UDF തന്നെ. മണിക്കൂറുകൾ മാത്രം അവശേഷിക്കെ ഇഞ്ചോടിഞ്ച് പോരാട്ടം നടക്കുന്ന പത്തനംതിട്ട മണ്ഡലത്തിൽ സാധാരണക്കാരായ ജനങ്ങളുടെ ഇത്തരത്തിലുള്ള പ്രതികരണത്തിന് വില ഏറെയുണ്ട്. അതുകൊണ്ട് തന്നെ നിർണായകമായ മണിക്കൂറിൽ വോട്ടുറപ്പിക്കാനുള്ള തിരക്കിലാണ് രാഷ്ട്രീയ പാർട്ടികൾ. ക്യാമറ പേഴ്സൺ അഫ്സൽ രാജിനൊപ്പം ടോബി ജോൺസൺ, മീഡിയ 1, പത്തനംതിട്ട. തെരഞ്ഞെടുപ്പിലെ വേറിട്ട കാഴ്ചകൾ. പോളിംഗ് ഓഫീസറായി സന്തോഷ് പണ്ഡിറ്റിന്റെ പുതിയ വേഷം. സിനിമയിലല്ല. കോഴിക്കോട് മണ്ഡലം പൂവാട്ടുപറമ്പിലെ പോളിംഗ് സ്റ്റേഷനിലാണ് സന്തോഷ് പണ്ഡിറ്റ് പോളിംഗ് ഓഫീസറായി എത്തിയത്. വാട്ടർ അതോറിറ്റിയിലെ ഓവർസിയറാണ് സന്തോഷ് പണ്ഡിറ്റ്.
സന്തോഷ് പണ്ഡിറ്റ് എത്തിയതറിഞ്ഞ് പോളിംഗ് സ്റ്റേഷനിൽ ഇന്നു മുതൽ തന്നെ ആളുകളുടെ ക്യൂ ആണ്. ഇങ്ങനെ പോയാൽ പണി പാളുമെന്ന് പണ്ഡിറ്റ്. എനിക്ക് തോന്നുന്നു ഇങ്ങനെ പോവുകയാണെങ്കിൽ പണിയാണ്. ഞാൻ വന്ന സമയത്ത് ആരും അറിഞ്ഞിരുന്നില്ല, പക്ഷെ സ്ലോലി അറിഞ്ഞു. പിന്നെ ഇപ്പം തന്നെ ഒരു 10-300 ആളെ കൂടെ വോട്ടെടുപ്പ് കഴിഞ്ഞു. ഒരുവിധം ഞാൻ വളരെ സിമ്പിളായിട്ട് പോകാമെന്ന് വിചാരിച്ചാണ്, പക്ഷേ സിമ്പിളായി വന്നു. ഇനി എങ്ങനെ പോകുന്നുള്ളത് അറിയില്ല. എന്തായാലും നാളെ വന്ന എല്ലാവരോടും ഞാൻ പറഞ്ഞിട്ടുണ്ട്, നമ്മളതിൻ്റെ സീരിയസ്നെസ് കീപ്പ് ചെയ്യണം. തീർച്ചയായിട്ടും 7 മുതൽ 6 മണി വരെ ഞാൻ ഫുള്ളി വർക്കിലാണ്, എനിക്ക് അതിലൊന്നും ചെയ്യാനില്ല. അപ്പോൾ അതിനുശേഷം നമുക്ക് ഫ്രീ ടൈം കഴിഞ്ഞ് ചെയ്യാൻ. സന്തോഷ് പണ്ഡിറ്റിന്റെ സാന്നിധ്യം പോളിംഗ് ശതമാനം കൂട്ടുമോ? ഉറപ്പല്ലേ, അതിലെന്ത് ചോദിക്കാനാണ്. 100% പ്രതീക്ഷിക്കുന്നത്. രാഷ്ട്രീയത്തിലിറങ്ങുമോ? സിനിമയിലിറങ്ങി സിനിമാക്കാരുടെ കാര്യത്തിലൊരു തീരുമാനമായിരിക്കുകയാണ്. ഇനിയിപ്പോൾ രാഷ്ട്രീയത്തിലിറങ്ങി രാഷ്ട്രീയക്കാരുടെ കാര്യത്തിൽ കൂടെ ഒരു തീരുമാനമാകും. രണ്ടാം തവണയാണ് സന്തോഷ് തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിക്ക് എത്തുന്നത്. സിനിമയിലല്ലാത്തതുകൊണ്ട് ആദ്യ തവണ ആരും തിരിച്ചറിഞ്ഞില്ല. എന്ത് ജോലിയായാലും സന്തോഷ് പണ്ഡിറ്റിന്റെ പഞ്ച് ഡയലോഗുകൾക്ക് കുറവില്ല. അച്ഛൻ ആനക്കാരനാണെന്ന് കരുതി മകന്റെ മുഖത്ത് തഴമ്പുണ്ടാവില്ല. സംസ്കാരം, തറവാടിത്തം, ദാറ്റ് ഷുഡ് ബി കമ്മിങ് ഫ്രം ദ ബ്ലഡ്, ദാറ്റ് ഷുഡ് ബി കമ്മിങ് ഫ്രം ദ ഹെഡ്. അത് ഹൃദയത്തിൽ ഉണ്ടായിരിക്കേണ്ടതാണ്, അത് ചോരയിൽ അലിഞ്ഞിരിക്കേണ്ടതാണ്. അതല്ലാതെ അഹങ്കാരം കളിച്ചും ജാട കളിച്ചും നാക്ക് കൊണ്ട് കോമിട്ട് പൊരിച്ച് നേടിയെടുക്കേണ്ടതല്ല. ചാരത്തിലൂതിയ തീ കത്തൂല. വിഷത്തെ അമൃതെന്ന് പേരിട്ട് വിളിച്ചാൽ വിഷം അമൃതാകൂല. നടക്കാൻ പല വഴി, നശിക്കാൻ 100 വഴി, നേടാൻ ഒരു വഴി. അതാണ് ആയിത്തരുമയുടെ വഴി. ആയിത്തരുമ തടയുന്നൊന്നും ആർക്ക് നൽകാനാവില്ല, ആയിത്തരുമ നൽകുന്നൊന്നും ആർക്ക് തടയാനാവില്ല. ഉഡായിപ്പ് കളിക്കല്ലേ, പണിപ്പാളും. കീപ് ഇൻ മൈൻഡ്. ഷിത, മീഡിയ 1 കോഴിക്കോട്. സിനിമയിൽ ഏറ്റവും ചെറിയ ഡയലോഗ്.